അപ്പൊ നമ്മുടെ വില്ലേജിൽ നിൽക്കാൻ പോകണം. ഈ നമ്മുടെ വില്ലേജ് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും തന്നെ വില്ലേജ് എന്റെ വില്ലേജ് അല്ല ഇവിടത്തെ വില്ലേജ്. ഇവിടെ ഇപ്പൊ ഇവരൊക്കെ എന്നെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുവോ. എന്റെ സാധനം ഇവിടെ ഫ്രാങ്ക്ലിനുണ്ട്, ഇവിടെ ഫ്രാങ്ക്ലിനുണ്ട് നമുക്ക് പറഞ്ഞിട്ട് അറിയത്തില്ല. പക്ഷെ അവരാണ് എനിക്ക് അറിയാതെ സിറ്റിയിലെങ്കിലും സിറ്റിയോ അവർക്ക് വലിയ മാൻഷനും അവർക്ക് എന്താണോ ഇതൊക്കെ വരാൻ പോകും. നമ്മുടെ ഫ്രണ്ട് ഒരു ബുക്കൊക്കെ ഉണ്ട്. ഫ്രണ്ടും മൂന്ന് ക്ലാസ് ഉണ്ടല്ലോ. പരിപാടി വേറെ ഭാര്യ മക്കളൊക്കെ അവിടെ രണ്ട് വീടുണ്ട്. ആ പണ്ടൊക്കെ ഇങ്ങോട്ട് പണ്ടല്ലേ അതാണെങ്കിൽ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ കൂട്ടോട്ട് കൊടുത്ത് ഇങ്ങോട്ട് തിരിച്ചെങ്ങനെ വീട് മേടിച്ചു. ആ വീട് വിറ്റിട്ട് ആ വീടും എന്റെ എനിക്ക് രണ്ട് ഒരാള് അപ്പു ചേട്ടന് കുറെ കാശുണ്ടോ? കുറെ കാശ് കൊടുക്കും. രണ്ട് ബൈക്കുണ്ട്. രണ്ട് ബൈക്കുണ്ടോ? ബുഗാട്ടി പിന്നെ വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതിന്റെ ആൾക്കാരൊക്കെ പറയുന്നത് ഇത് വിൽക്കാൻ പറ്റൂല, ഇത് എപ്സൻസിനോട് അത് അതായിട്ട് വിൽക്കാൻ പറ്റൂല. അയ്യോ ഞാൻ സമ്മതിക്കത്തില്ല. ചടങ്ങത്തിന് കൂടുമ്പോഴാണ് പറ്റും. സ്ഥലത്തായിട്ടൊക്കെ ഏറ്റിരിക്കും. അതിപ്പോ വരും നോക്കിക്കോ. ഫോൺ വിളിച്ച ആ കറക്റ്റ് ടൈമിൽ തന്നെ നോക്കണോ. ആദ്യത്തെ നിങ്ങളെ വിളിക്കട്ടെ. നമ്പർ
പണിക്കാർക്ക് കൂടെ വളരെ വിളിക്കട്ടെ രണ്ട് അങ്ങനെ വിളിക്കട്ടെ നമ്പർ ആ ഫോട്ടോയിൽ ഞാൻ നമ്പർ എടുത്ത് വെച്ചു ഫോട്ടോയിലെ കാർഡ് ചെറിയ കാർക്കിലെ ഉള്ളൂ ആൾക്കാരൊക്കെ പിന്നെ സമരം ോട്ടൊക്കെ സംസാരിക്കണം ഓ എന്റെ ഫേവറേറ്റ് വണ്ടിയാണ് വണ്ടിയാണേ വണ്ടിയാണ് നീ വലുതാകുമ്പോ എനിക്ക് കുറച്ചായി കിടക്കണോ ആഗ്രഹപ്പോ നീ സാധിക്കും അത് എന്റെ അച്ഛന്റെ മനസ്സ് എന്റെ അടുത്ത് പറഞ്ഞു മനസ്സെന്റെ അടുത്ത് പറഞ്ഞേ അച്ഛൻ ഒരു വസ്തുണ്ടോ കാണണോ ഓ വസ്തു കാണണോ എന്നല്ലേ ഞാൻ പറഞ്ഞു കണ്ടല്ലോ മുട്ടായാലും തന്നെ വസ്തുണ്ട് മുസ്തേങ്കായ് എന്റെ കാണുള്ള മണ്ണു അവനൊക്കെ ഞാൻ വിളിക്കട്ടെ തന്നെ കണ്ടെങ്കിൽ ഇരിക്കട്ടെ ഇപ്പൊ ഇവിടെ ഓക്കെ ജസ്റ്റ് ഇത് അതാ വേറെ പേട്ട മക്കളായിരുന്നു മറ്റേതിന് അതാണെങ്കിൽ ഒരു ഡോഗ് സാക്സിന് വെക്കലായിരുന്നു അതാണെങ്കിൽ ഒരു രാജ്യത്തില് മക്കളായിരുന്നു കൂട്ടാനില്ല അവിടെ ഇത് കാണാം ഒരു വേറെ രാജ്യം വേറെ അള്ളാന്റെ രാജ്യം അവരാണെങ്കിൽ ദുബായിലുള്ള ജപ്പാനിലുള്ള ആൾക്കാർ ആണെങ്കിൽ ഡെക്കോയിലാണ് നമ്മളുള്ളത് അപ്പൊ ഡെക്കോണാടാ ഡെക്കോണാടാ ഡ്രൈവിംഗ് ഒരാളെ വിളിക്കട്ടെ മച്ചാനോട് കാട്ടെ നിന്റെ ഇപ്പൊ കണക്ക് ഉള്ളവരോടാണ് വേറെ ആളാണ് എവിടെ